മക്കളെ, ഇന്ന് നമ്മൾ ബൈസിക്കിൾ തീവ്സ് വരുൺ ഗ്രോവറിൻ്റെ ഫിലിമി ലേഖാണ്. ബൈസിക്കിൾ തീവ്സ് എന്നാണ് ഫിലിമി ലേഖിൻ്റെ പേര്. സൈക്കിൾ കള്ളന്മാർ. നമ്മളിതിൻ്റെ സമ്മറിയാണെന്ന് പറയാൻ പോകുന്നത്. ഇതൊരു നേരായ നല്ല ഒരു കഥയാണ്. ഇതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെയുള്ള ദാരിദ്ര്യവും ദുഃഖവും നിഴലിക്കുന്നത് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കഥയിലുള്ള കഥാപാത്രമായിട്ടുള്ള അന്തോണിയോയ്ക്ക് ജോലി ആവശ്യമായിരുന്നു. ജോലിക്ക് വേണ്ടി അന്തോണിയോ അന്വേഷിക്കുന്നു. ജോലി കിട്ടി. പക്ഷേ ആ ജോലിക്ക് സൈക്കിൾ ആവശ്യമായിരുന്നു. ആ ജോലി ചെയ്യണമെങ്കിൽ സൈക്കിൾ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയുള്ള സൈക്കിൾ അന്തോണിയോയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ട് വീട്ടുസാധനങ്ങളെല്ലാം വിൽപ്പന നടത്തിയിട്ട് അതിനു വേണ്ട പൈസ അന്തോണിയോയുടെ ഭാര്യ, വളരെയധികം കഷ്ടപ്പാടുകളോടെ തന്നെ അതിനു വേണ്ടിയുള്ള പൈസ അന്തോണിയോയുടെ ഭാര്യ ഒരുക്കുകൂട്ടുന്നു. അതായത് സമ്പാദിക്കുന്നു, അതിനു വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ഒരു സൈക്കിൾ വാങ്ങിക്കുന്നു. എന്നിട്ട് അന്തോണിയോ ജോലിക്ക് പോവാൻ തുടങ്ങുന്നു. ജോലിക്ക് പോയി തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അന്തോണിയോയുടെ സൈക്കിൾ മോഷ്ടിക്കപ്പെടുന്നു. വളരെയധികം ദുഃഖിതനായ അന്തോണിയോ സൈക്കിൾ അന്വേഷിച്ച് തൻ്റെ മകനെയും കൂട്ടി 10 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രൂണോ എന്ന് പേരായിട്ടുള്ള മകനെയും കൂട്ടി സൈക്കിൾ അന്വേഷിക്കാൻ വേണ്ടി എല്ലായിടങ്ങളിലും നടക്കുന്നു. പക്ഷേ എവിടെ നിന്നും സൈക്കിൾ കണ്ടെത്താനാകുന്നില്ല. പല ഗ്രാമങ്ങളിലും പല ദേശങ്ങളിലും അറിയാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ ചുറ്റിക്കറങ്ങുന്നു. എവിടെ നിന്നും അവർക്ക് സൈക്കിൾ കണ്ടെത്താനായില്ല. അങ്ങനെ നിരാശയോടെ മടങ്ങി വരുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ട് ഒരു സൈക്കിൾ നിർത്തിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. അന്തോണിയോയ്ക്ക് മോഷണം പാപമാണ്, മോഷണം നല്ലതല്ല എന്നത് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അന്തോണിയോയുടെ കുടുംബത്തിൻ്റെ വിശപ്പ് അകറ്റാനുള്ള അവൻ്റെ ആഗ്രഹം കാരണം എല്ലാവർക്കും വീട്ടിലുള്ള അംഗങ്ങൾക്ക് വിശപ്പടക്കണമെങ്കിൽ അന്തോണിയോയ്ക്ക് ജോലിക്ക് പോകണമെങ്കിൽ സൈക്കിൾ വേണം അല്ലേ? അപ്പം അതെല്ലാം ചിന്തിച്ചപ്പോൾ അന്തോണിയോ ആ സൈക്കിൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അങ്ങനെ സൈക്കിൾ മോഷ്ടിക്കുന്ന സമയത്ത് അന്തോണിയോ പിടിക്കപ്പെടുന്നു. അന്തോണിയോയുടെ അവസ്ഥ അറിഞ്ഞ് ആ സൈക്കിളിൻ്റെ ഉടമ അന്തോണിയോയെ വെറുതെ വിടുന്നു. അതാണ് നമ്മുടെ ഫിലിമിലുള്ള കഥ ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നമ്മളോട് ലേഖകൻ പറയുന്നത് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഉണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. അതായത് നമ്മുടെ ദേശത്തായാലും മറ്റൊരു ദേശത്തായാലും നമ്മുടെ ഭാഷ അറിയാത്ത നാട്ടിലായാലും ഭാഷ സംസാരിക്കാത്തതായാലും എവിടങ്ങളിലായാലും ഏത് രാജ്യത്തായാലും എല്ലായിടങ്ങളിലും എല്ലാവർക്കും ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറയുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത്. മുഷ്കിൽ ദിൻ ഹെ ഇസ്കാ സാമന കർനെ നികലി ഏക് ഭീഡ് ഹെ. അതായത് അവരുടെ അതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ലളിതമായിട്ടുള്ള ഒരു കഹാനിയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ഈ സിനിമയെക്കുറിച്ച് ഇവിടെ ലേഖകൻ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സിനിമ എങ്ങനെയാണെന്ന് കൂടെ പറയുന്നു. ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ആ സിനിമയിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ആ സിനിമ കാണുന്ന ഒരു സമയത്തേക്ക് മറ്റ് ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ ആ സിനിമയിലേക്ക് ലയിച്ചു ചേരുകയും അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ
ഏറ്റിക്കൊണ്ട് നമ്മൾ അതിലൊരാളായിക്കൊണ്ട് എന്താ പറയുന്നത് ആ സിനിമയിലുള്ള ഒരു അംഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ കാണുകയാണ് ചെയ്യുന്നത് അല്ലേ. അവരുടെ സന്തോഷം നമുക്ക് സന്തോഷമായും അവരുടെ ദുഃഖം നമുക്ക് ദുഃഖമായിട്ടും തോന്നുന്നു. അവരുടെ തമാശയിൽ നമ്മൾ പങ്കുചേരുന്നു അല്ലേ. അവർ തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് നമ്മളും അതിൽ പങ്കുചേരുന്നു, സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് നമ്മൾ അതിൽ പങ്കുചേരുന്നു അല്ലേ. അപ്പം നമ്മളുടെ മനസ്സ് ആ ഒരു സിനിമയിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് കുറച്ച് സമയത്തേക്ക് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് പിടുത്തം വിട്ട് അതിലേക്ക്, ആ ഒരു സിനിമയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ലയിച്ച് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചിരിപ്പിക്കാൻ മാത്രമുള്ള സിനിമകൾ മാത്രമല്ല ഉള്ളത്. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിക്കാനും ഒക്കെയുള്ള സിനിമകളും കൂടെ ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമി ലേഖയിലൂടെ വരുൺ ഗ്രോവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ.